ജെസ്സി, ടോമിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഓ, അപ്പൊ റേഞ്ചിന് പുറത്തല്ലേ? എന്നാലും ടോമിത് എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ജെസ്സിയോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? ടോം ഇങ്ങനെ പറയാതെ പുറത്തു പോകുന്ന ഒരാളാണോ? ഇങ്ങനെ റേഞ്ചിന് പുറത്തു പോകുന്ന ഭർത്താക്കന്മാരൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അന്ന് ടോമിന്റെ കൂടെ ഒരു പെങ്കൊച്ചു നിന്നില്ലായിരുന്നോ? എന്താ അതിന്റെ പേര്? വിജി. വിജി അല്ല, വേറെ എന്തോ കണ്ട. എന്നാ പിന്നെ ചേച്ചി തന്നെ അങ്ങ് ഓർത്തു പറ. ജിബിയാണോ? ആ, ജിബി തന്നെ. നിങ്ങൾക്ക് എങ്ങനെ ജിബിനെ അറിയാം? ടോം ജിബിയെ കൊണ്ടുവന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നായിരുന്നു. അന്ന് രണ്ടും കൂടി എന്തോ ഒരു ചിരിയും കളിയായിരുന്നു. സത്യം പറയാലോ, ടോം ഇത്രയും സന്തോഷിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാ കാണുന്നത്. അല്ല, അവർ ഒരുമിച്ച് താമസിച്ചെന്നൊക്കെ പറയുന്ന ഉള്ളതാണോ? അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ, അത്രേ ഉള്ളൂ. ആയിരിക്കും. എന്നാലും ജെസ്സി ഒന്ന് സൂക്ഷിച്ചോ. എന്തോന്നാ? അല്ല, വേറൊന്നും കൊണ്ടല്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഭർത്താവ് അപ്പുക്കുട്ടൻ, അവനും ഇതുപോലെ ആയിരുന്നു. വീടും പൂട്ടി അങ്ങ് പോവും. എപ്പോ വിളിച്ചാലും ഔട്ട് ഓഫ് റേഞ്ച്. ആദ്യമൊന്നും ആർക്കും സംശയമില്ലായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോ എന്താ, അവന്റെ പഴയ കാമുകിയെ കാണാൻ പോകുന്നതാ. അഭിഹിതം. രണ്ടിനെയും കൈയോടെ പിടിച്ചു. അല്ല, ജെസ്സി ഇതൊന്നും കേട്ട് പേടിക്കണ്ട. എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കണമല്ലോ. എപ്പോഴാ പണി വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ടോം അങ്ങനെയുള്ള ഒരാളല്ല ചേച്ചി. ആ, ഈ പറയുന്ന എന്റെ ഫ്രണ്ടിനും ഭയങ്കര വിശ്വാസമായിരുന്നു. ആരാ, ടോമിനെയോ? ഓ അല്ല, അവളുടെ ഭർത്താവിനെ. കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തൊക്കെ പ്രഹസനായിരുന്നു. അടിയും ചക്കരയും പോലെ ആയിരുന്നില്ലേ രണ്ടും? അപ്പൊ ഞാനും ചേട്ടനും പോലെ. ആ, എന്താ നിങ്ങളും പ്രഹസനായിരുന്നോ? അല്ല, അടയും ചക്കരയും പോലെ. ഓ, അതായിരുന്നു. നമ്മുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും നമ്മളെ ഇരട്ടപ്പേര് എന്താണെന്നറിയോ? അടയും ചക്കരയെന്ന. അപ്പൊ പ്രഹസനം തന്നെ. നമ്മളുടെ ജനറേഷൻ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ഭർത്താക്കന്മാരെ കയറൂരി വിടാൻ പാടില്ല. കയറൂരി ഇവിടെ വല്ല പശുവല്ലാണോ ചേച്ചി? അല്ല ചേച്ചി, ആ പറഞ്ഞാലും കാര്യമുണ്ട് ചേച്ചി. നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കൊടുക്കേ സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ കുടുംബം കൈവിട്ടു. പറഞ്ഞത് പിടിച്ചില്ല. ഓ, സൂക്ഷിച്ച അവൾക്ക് തന്നെ കൊള്ളാം. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ടോമി? എത്ര സമയമായി പോയിട്ട്? എന്തെന്നോ എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ പുറത്തു പോയത്. എന്തിന്? ഫ്രണ്ട്സിനെ കാണാൻ. ഏത് ഫ്രണ്ട്? നമ്മളെ ജിബിയെ. എന്നിട്ട് ജിബി വിളിച്ചിട്ട് പറഞ്ഞേ അവളുടെ അച്ഛനും അമ്മയും തിരുവല്ലേന്ന് പറഞ്ഞ് അവരെ ഒന്ന് പിക്ക് ചെയ്യാൻ പോകണമെന്ന്. അങ്ങനെ അവരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ രണ്ടും കൂടെ പിക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയി നമ്മൾ ഫുഡൊക്കെ അടിച്ച് പിന്നെ അവസാനം അവരെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട്. തിരുവല്ലയ്ക്ക് എന്നും ഫ്ലൈറ്റ് വന്നു തുടങ്ങിയത്? തിരുവല്ലയിലോട്ടല്ല ഫ്ലൈറ്റ്, അവര് ചെന്നൈയിലോട്ടാണ് ഫ്ലൈറ്റ് പോണത്. അങ്കിളിന്റെ ഫ്രണ്ടിന്റെ മോന്റെ കല്യാണം ഒരാഴ്ച കഴിഞ്ഞാൽ വരൂ. അല്ല, എങ്ങോട്ടെങ്കിലും പോകാനെങ്കിൽ മനുഷ്യനെ വിളിച്ച് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നേ? ഇതിനകത്ത് ടെൻഷൻ അടിക്കാൻ തോന്നിയിരിക്കുന്നത് ഒന്നുമില്ലേ? അവിടെ നേരെ ജിബിയെ കൊണ്ട് ജിബിയുടെ ആന്റിയുടെ വീട്ടിൽ കൊണ്ട് വിട്ടു. ആന്റി കുറെ കത്തിയൊക്കെ അടിച്ചു. ഒരു കഥ ഞാൻ ഊരി. കാപ്പി വേണോ? കാപ്പിയോ ചായ എന്തെങ്കിലും വേണോന്ന്? അല്ല, ഞാനിപ്പോ ഒരു കോഫി കുടിച്ചായിരുന്നു ജിബിയുടെ കൂടെ. എന്നാ ഒന്ന് വിളിക്കരുത്. എടീ, ഇത്രയും സമയത്തിനിടയിൽ എങ്ങനെ വിളിക്കാൻ പറ്റും? വിളിക്കാൻ തോന്നിയിരിക്കണതിനകത്തിപ്പം അതെങ്ങനെയാ? വീട്ടിൽ തന്നെയും കാത്തൊരു പെണ്ണിരിപ്പുള്ള ബോധം വേണം. അങ്ങനെയുള്ളവരെ ഭാര്യ കറക്റ്റ് സമയത്ത് വിളിക്കാൻ നിൽക്കുന്ന മനസ്സിലായോ? സമയം പോയി കുറെ. പോയി. സത്യം പറഞ്ഞോണ്ടല്ലോ, ജിബിയായിട്ട് സംസാരിച്ചിരുന്ന സമയം പോണതേ അറിയില്ല. ഇനി എന്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങോട്ട് ജിബി ഉണ്ടല്ലോ, അവളെടുത്ത് പോയി നമ്മൾ. അപ്പൊ പിന്നെ സമയം ഒന്നും അറിയത്തില്ലല്ലോ. ഞാൻ വെറുതെ ഇതിനെ വാങ്ങിച്ചു തന്നത് നിങ്ങൾക്ക്. അവ കൊണ്ട് സൂക്ഷിച്ചു വെക്കണം, നാളെ രാവിലെ എടുത്തോളാം.
അല്ല ഞാൻ പോയി കുളിച്ചിട്ട് വരാന്ന് അല്ല എന്നെ തോന്നുന്നത് ഞാൻ ഒന്നിനി കുളിപ്പിക്കണോ? ഞാൻ കുളിച്ചോളാം എന്റെ അപ്പോ. ജിബി ടോമേ, യാ എനിക്ക് ടോമിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നു? ഞാൻ ആ കാര്യം പറയുമ്പോൾ ടോം എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നീ കാര്യം പറ, അപ്പഴല്ലേ എടുക്കണ? ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ജിബിയുടെ വീട്ടില് ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. അത് അവൾ ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിലല്ലേ, അവിടെ ആന്റി ഉണ്ടല്ലോ. നാട്ടുകാർ കണ്ട മോശമായിട്ടേ പറയത്തുള്ളൂ ടോമേ. അത് നാട്ടുകാർക്ക് വേറെ ഒന്നുമില്ല, അവര് മോശമായിട്ടാ നല്ലതായിട്ടാ എന്തെങ്കിലും പറയട്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിന്നെ എന്ത്, നീ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യമല്ലേ ചേട്ടാ. ജിബിയുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലൊരു പെങ്കൊച്ചില്ലേ, ആ ഒരു പെങ്കൊച്ച് എൻ്റെ തുറയില്ലേ, ചേട്ടാ ചേട്ടനാണ് ജിബി ചേച്ചി ലൈനെന്ന്. ഇത് കേട്ടത് ഞാൻ ജിബി കൂടെ കുറെ കൊച്ചുകുട്ടിയല്ലേ, അത്രയ്ക്ക് ബോധം ഉണ്ടാവുള്ളൂ. അല്ല അങ്ങനെ കൊച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അവള് ഞാനും നല്ല മാച്ച് അല്ലേ, പിന്നെ അവളങ്ങനെ ചിന്തിക്കുന്ന തെറ്റില്ലല്ലോ. ടോമിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാച്ചേ ഈ ജേസി തന്നെയാ, വേറെ ആരുമല്ല കേട്ടോ. അത് വെറുതെ ബാംഗ്ലൂരൊക്കെ ആയിരുന്നപ്പോ എല്ലാവരും വിചാരിച്ചത് നമ്മളെ കപ്പിളാണെന്നാണ്. ഇപ്പോഴും ബാംഗ്ലൂരുള്ളവന്മാർ വിളിക്കുമ്പോൾ എവിടെയാണോ നിന്റെ ഭാര്യ, എവിടെയാണോ നിന്റെ ഭാര്യ എന്ന് ജിബിയെ. അങ്ങനെ ചോദിക്കുന്നവർക്കേ നിങ്ങൾ എന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. ഇതാണോ എന്റെ ഭാര്യ, ഇതാണോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതി. വലിയ രസം. ഞാൻ കാണിച്ചു കൊടുത്ത് നിന്റെ ഫോട്ടോ, അപ്പൊ അവര് പറയില്ലേ നിന്റെ ഈ ഭാര്യയല്ല ആദ്യ ഭാര്യ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടാം ഭാര്യയല്ലേ ഇന്ന്. എനിക്കിതൊന്നും വലിയ തമാശയായിട്ട് തോന്നുന്നില്ല ടോമേ. അതെന്തെന്നറിയാമോ, നിനക്ക് ഈ ശുദ്ധഹാസ്യം പണ്ടേ അത്ര ഇഷ്ടപ്പെടില്ല, മനസ്സിലാവുന്നുണ്ടാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി പോകുന്ന നാട്ടുകാരും എല്ലാരും മോശമായിട്ടേ പറയത്തുള്ളൂ. നാട്ടുകാരെ ഞാറുകൾ നമ്മൾ മൈൻഡ് അടിക്കുന്നുണ്ടോ? നിനക്ക് കുഴപ്പമില്ല അത്രയും കാലം, എനിക്ക് എന്തോന്ന് കുഴപ്പം? നാട്ടുകാരെ പോവാൻ പറയടി. എല്ലാത്തിനും ഒരു ദിവസം വരുമല്ലോ, കാണാം. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ജെസ്സി, അവര് നല്ല സുഹൃത്തുക്കളല്ലേ, അങ്ങനെ കണ്ടാ പോരെ. ആന്റി എന്റെ മനസ്സിലും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ടോമിന്റെ ചില സമയത്തുള്ള സംസാരമൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്നെക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ടോമിനും അവളുടെ അടുത്ത്. അത് പെണ്ണുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു തോന്നല. അവർക്കൊരു പെൺസുഹൃത്തുണ്ടെങ്കിൽ അവരോട് കൂടുതൽ അടുപ്പവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത, അതൊന്നും കാര്യമാക്കണ്ട ജെസ്സി. ടോമിന് അങ്ങനൊന്നും കാണില്ല, എനിക്ക് ഉറപ്പാ. പക്ഷെ അവർക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? നീ അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ടോം എന്താ പൊട്ടനാണോ? അവന് ബുദ്ധിയില്ലേ? അവൻ ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. നീ വെറുതെ സംശയിക്കുന്ന പോലെ ഒന്നും കാണത്തില്ല. എനിക്കിത് വേറെ ആരോടും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ വന്ന് ആന്റിയുടെ അടുത്ത് പറഞ്ഞത്. എനിക്ക് നിന്നെ മനസ്സിലാവും ജെസ്സി. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംശയങ്ങൾ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അത് ആദ്യം സംസാരിക്കേണ്ടത് ടോമിനോടാ, അറിയാവോ? അല്ലാതെ എന്നോടല്ല വന്ന് പറയേണ്ടത്. നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ, ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ആദ്യം അറിയേണ്ടത് ഭർത്താവാണ്. ടോമിന്റെ അടുത്ത് പറഞ്ഞാൽ ടോമിനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ആന്റി. ഓൾറെഡി എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ഞാനാണെങ്കിൽ ഒന്നും ഇല്ലാന്ന് പറയുകയും ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. അവൾ അന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയതാ. ഇനി ഇടയ്ക്ക് ഇനി അവളെ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയാലോ ഓരോ പ്രശ്നം ഉണ്ടാവത്തില്ലേ ആന്റി? ടോം തന്നെ പറഞ്ഞതാ അന്ന് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ജെസ്സി നീ ഈ വിവരം ടോമിനോട് തന്നെ വേണം സംസാരിക്കാൻ. അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം? നീ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാതെ നീ നേരെ ചെന്നിട്ട് ടോമിനോട് പറഞ്ഞേ. ആന്റി എന്നോ അത് പറയേണ്ട രീതിയിൽ അങ്ങ് പറഞ്ഞ് കാര്യം സോൾവ് ചെയ്യുമല്ലോ. അത് കയ്യിലിരിക്കട്ടെ മോളെ. ഇതിപ്പോ ഓരോ അമ്മായിമാരുടെ കാര്യം പറയുന്ന പോലെ ആയല്ലോ. ഓരോ വീട്ടിൽ മോളും മരുമോനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴേ അമ്മായിമ്മമാരോട് ഇടപെടാൻ പറയും. അവസാനം എന്തുണ്ടാവും? മോളും മരുമോനും ഒരുമിച്ചാവും, അമ്മായിമ്മ കുറ്റക്കാരിയാവും. വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലേ വെക്കാൻ എന്നെ കിട്ടത്തില്ല. ജെസ്സി മോള് ചെല്ല്, പോയി അവനോട് നേരിട്ട് സംസാരിക്കും. ചെല്ല് ചെല്ല് ചെല്ല്, പോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ.
ഹലോ. എന്ത്? ഇത് കഴിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീ പറഞ്ഞ എന്തോ വലിയ കാര്യം പറയാനുണ്ടെന്ന്. കഴിച്ച് കഴിയാറായി, ഇതുവരെ പറഞ്ഞില്ല. അത് പറയാം. ഇനി എപ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴാ ഈ ബിൽഡപ്പൊക്കെ കണ്ടിട്ട് എന്തോ വലിയ അന്താരാഷ്ട്ര കാര്യമാണെന്ന് തോന്നുന്നു. പറ. ടോമെ, ഞാൻ ഈ കാര്യം പറയുമ്പോൾ ടോമെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അതൊക്കെ നീ പറയണ കാര്യം പോലെ എടുത്തു തരണോ വേണ്ടോ? ഈ ജിബിയുടെ വീട്ടിൽ പോകുന്നുള്ള പോക്കൊക്കെ ഒന്ന് കുറയ്ക്കണം. ആൾക്കാരൊക്കെ മോശം പറഞ്ഞു തുടങ്ങി. ഇത് നീ എത്ര പ്രാവശ്യം പറയൂ എൻ്റെ ജെസ്സി? ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ ഇതിൻ്റെ അപ്പുറം ആൾക്കാർ പറഞ്ഞു. ഇപ്പൊ എന്താണ് ഇത്ര വലിയ ഇത്? നിനക്ക് കുഴപ്പമില്ലെന്നല്ലേ നീ പറഞ്ഞ, പിന്നെന്ത്? ടോം ഇത് ബാംഗ്ലൂർ അല്ല, അതാദ്യം ടോം മനസ്സിലാക്കണം. പിന്നെ പഴയതുപോലെ ടോം സിംഗിൾ അല്ല, മാരീഡ് ആണ്. സോ ടോമിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ബാധിക്കുമ്പോൾ ആരും എഫക്ട് ചെയ്യുന്ന എന്നെയാണ്. അത് നിനക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെന്ത്? എന്റെ കാര്യം വീട്. കഴിഞ്ഞ ദിവസം പപ്പേന്റെ അടുത്തോ മമ്മീന്റെ അടുത്തോ ആരോ ടോമിനെ കുറിച്ച് മോശമായിട്ട് ചെന്ന് പറഞ്ഞു കൊടുത്തു. അവർക്ക് അതുപോലെ ടോമിനെ കുറിച്ചൊരു ബാഡ് ഇമേജ് അവരുടെ ഉള്ളിൽ വരാൻ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ പോയി താമസിക്കാനുള്ളതാണ്. അവര് പിന്നെ അത് മനസ്സിൽ വെച്ച് ബിഹേവ് ചെയ്യത്തില്ലേ ടോമേ? അതൊന്നും ഇപ്പോൾ ഉടനെ നടക്കാനൊന്നും പോകണില്ല. നമ്മളിപ്പോൾ ഈ ഇടയ്ക്കൊന്നും അവരെ കാണാനും പോകണില്ല, അവർ നമ്മൾ അക്സെപ്റ്റും ചെയ്യാൻ പോകണില്ല. പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ടോം അങ്ങനെയാണ് ഇതിനൊക്കെ കണ്ടിരിക്കുന്നത്. ഇതൊന്നും അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. വേണ്ട, എല്ലാം വിട്ടേക്ക്. ഇപ്പൊ എന്നെയും അമലിനെയും കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ടോമിന്റെ ഫുള്ള് കേക്ക് ടോം എന്നോട് സംസാരിക്കും. അതിനിടയ്ക്ക് ടോം എന്തിനാ ഇങ്ങനെ വരുന്നത്? എന്നെയും അമലിനെയും കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ടോമിന്റെ വീട്ടിൽ പോയി മമ്മീന്റെ അടുത്ത് പറഞ്ഞു വിചാരിച്ചോ? അപ്പൊ മമ്മിയുടെ മനസ്സിൽ എന്തായിരിക്കും ഉള്ളത്? പറ. മമ്മിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ പുല്ലിനെ പറ്റി എന്റെ സംസാരിക്കില്ല. ഞാൻ വല്ല പറയും, നീ പോ. ടോമിന് ദേഷ്യം വരുന്നുണ്ടോ? ഇത് തന്നെയാണ് എന്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തോന്ന്? ജിബിയെ നിങ്ങളെയും കുറിച്ച് ആവശ്യമില്ലാത്ത ആൾക്കാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. ടോമേ, എന്തിനാ ആവശ്യം ടോക്കിന് പോകുന്നു? അവിടെ പോകാതിരുന്നാ പോരെ. ശരി, ഇപ്പൊ എന്ത് വേണം? ഇപ്പൊ എന്ത് വേണം പറ. ഇപ്പൊ ഞാൻ എന്ത് വേണമെന്ന് പറ. ടോം അവിടെ പോകുന്നത് കുറയ്ക്കണം, അത്ര തന്നെ. കുറച്ചാ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആവും. കുറയ്ക്കാം. എന്നാണെങ്കിൽ അമലിനെ പറയണ ഒരുത്തനെ കുറിച്ച് ഇവിടെ സംസാരിക്കാതിരിക്കാൻ പറ്റൂ? സംസാരിക്കാതിരിക്കാം. അതേപോലെ തന്നെ ജിബിയുടെ കാര്യം ഈ വീട്ടിൽ ഇനി സംസാരിക്കരുത്. അതുപോലല്ല ജിബിയുടെ. ജിബി എന്റെ പഴയ ഫ്രണ്ടാണ്. ആർക്ക് വേണ്ടി എന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കളയാൻ എനിക്ക് പറ്റൂല. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ എന്തോ വേണം? പോക്ക് കുറയ്ക്കണം, മനസ്സിലായി? പോക്ക് കുറയ്ക്കാം. കഴിഞ്ഞു. ചപ്പാത്തി വേണോ? വേണ്ട. ജെസ്സി, ആ ടോം ഇത് രാവിലെ എങ്ങോട്ട് പോയി? ആരോ ഹോസ്പിറ്റലുണ്ട്, അവരെ കാണാൻ പോയത് ചേച്ചി. ഓ, ടോമിന് ഫ്രണ്ട്സിനെയൊക്കെ ഭയങ്കര കാര്യമല്ലേ? എല്ലാ സഹായത്തിനും പോകുന്നതാണല്ലോ. പിന്നെ അവരാരെങ്കിലും വിളിച്ചാ മതി, ഇടം വരെ നോക്കാതെ പോയിരിക്കും. അല്ല, രാവിലെ എന്താ രണ്ടുപേരും കൂടി? ആ, അതൊരു സംഭവം ഉണ്ടായി. എന്താ? ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നോ, എന്റെ ഫ്രണ്ടിന്റെ ഭർത്താവ് അപ്പുക്കുട്ടൻ, പഴയ കാമുകി അവിഹിതം. മനസ്സിലായി. ആ, അവൻ അവളെയും വിളിച്ചോണ്ട് വീട്ടിൽ വന്നെന്ന്. കർത്താവേ, പുള്ളിക്കാരന്റെ ഭാര്യയൊക്കെ ഉള്ളതല്ലേ? അവളും ആ വീട്ടിൽ തന്നെയുണ്ട്. എന്നിട്ട് എന്താ അവന് എന്തൊക്കെ തോന്നിയാസാണോ ഇവരൊക്കെ ഈ കാട്ടി കൂട്ടുന്നത്? ഇവിടെ എങ്ങാനും ആയിരിക്കണം. ഞാൻ അപ്പ ഇറങ്ങി പോയനെ വീട്ടിൽ നിന്ന്. നീ എവിടെ പോയി? എന്റെ പഴയ കാമുകന്റെ വീട്ടിലോ? ദേ ചേച്ചി, വെറുതെ തോന്നിയാസം പറയല്ലേ. ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ആണോ? എങ്കിൽ ഞാനും ഒരു തമാശ പറയട്ടെ. നീ പറയും, നമുക്ക് ചിരിക്കാം. ഈ പറയുന്ന ചേച്ചിക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പഴയ കാമുകൻ. അത് നമ്മൾ അന്ന് ബ്രേക്കപ്പ് ആയതല്ലായിരുന്നോ? ബ്രേക്കപ്പോ? തേപ്പ് അങ്ങനെ പറ. പാവപ്പെട്ട ഒരു ചെക്കനെ വഞ്ചിച്ചിട്ട് ബ്രേക്കപ്പ് പോലും. എന്തേ ഇപ്പൊ ഒന്നും പറയണ്ടേ? അശ്വതി, നിനക്ക് ഇടയായിട്ട് കുറച്ച് കൂടുന്നുണ്ടേ. ആണോ? ആ, എന്നെ വെച്ച് തമാശ പറയുമ്പോഴേ കുറച്ച് സൂക്ഷ്യം കണ്ടൊക്കെ പറയണം. പിന്നെ എന്താ ഇവിടെ ഒരു ബഹളം? അവര് തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം ആന്റി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ മതി, ഇവിടെ വേണ്ട. മനസ്സിലായോ? അതിന് നിങ്ങളുടെ ചെവിക്കുന്നല്ലോ സംസാരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അതാണല്ലോ. ജോസേ, ആന്റി, നീ ടോമിനോട് സംസാരിച്ചോ? സംസാരിച്ചു. എന്ത് പറഞ്ഞു?
ആന്റി പറഞ്ഞതുപോലെ തന്നെ സംസാരിച്ചത്. അപ്പം ഇനിയിപ്പോ അതുപോലെ ഒന്നും ആവർത്തിക്കത്തില്ലെന്നാ പറഞ്ഞത്. ആ ഞാൻ പറഞ്ഞില്ലേ, അവൻ അത്യാവശ്യം വകതിരിയുള്ളവനാ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നീ സമാധാനമായിട്ടിരിക്കെ കേട്ടോ. ശരി ആന്റി. ആ ദേ പറഞ്ഞില്ലെന്ന് വേണ്ട, ബഹളം കേട്ടു പറഞ്ഞു ഇവിടുന്ന്. കഥകൾ മാറി മറിയുന്നു. സത്യം പറഞ്ഞാണല്ലോ, ജിബിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോണത് അറിയില്ല. അവളും ഞാനും നല്ല മാച്ചല്ലേ. എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് അവളാണ് വലുത്, ഞാനാണ് വലുത്? എനിക്ക് അവളാണ് വലുത്. നിങ്ങൾ എന്റെ സ്ഥലം ആലോചിച്ച് നോക്ക്. ഞാനാണ് ഇതുപോലെ നിങ്ങളടുത്ത് ഒന്നും പറയാതെ അമലിന്റെ കൂടെ ഇറങ്ങി പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ധ്യാനല്ല ദൈവമേ ഞാൻ പോയി കെട്ടിയത്. മണ്ടത്തരമായി പോയി. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അങ്ങനെ പറഞ്ഞ ടോമും ജെസിയും വേർപിരിയുന്നു. അവരുടെ യാത്ര ഇനി എങ്ങോട്ട്?